ജോ യൂണിയൻ പരിപാടിയിൽ സംസാരിക്കുകയാണ് എം.വി. ഗോവിന്ദൻ. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെതിരെ റിപ്പോർട്ട് പുറത്തുവിട്ട വാർത്തയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ എം.വി. ഗോവിന്ദൻ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ എന്ന നേതാവ് ഉണ്ടായതെങ്ങനെ എന്നതൊട്ട് BPL വിഷയങ്ങളടക്കം അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നു. SIT അന്വേഷണം വേണം, കോടതിയുടെ മേൽനോട്ടത്തിലുള്ള SIT അന്വേഷണം വേണമെന്നുള്ള അദ്ദേഹം ഇന്നലെ പറഞ്ഞതാണ്. ഇന്നിപ്പോൾ പൊതുപരിപാടിയിലും അദ്ദേഹം അത് ആവർത്തിക്കുകയാണ്. കോടികളുടെ തട്ടിപ്പ് നടത്തിയ ആളാണ് ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് എം.വി. ഗോവിന്ദൻ ചൂണ്ടിക്കാണിക്കുന്നത്. NGO യൂണിയന്റെ പരിപാടിയിലാണ് ഇപ്പോൾ എം.വി. ഗോവിന്ദൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. SIT അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെടുന്നു. അർജുൻ കല്യാട് വിവരങ്ങളുമായി. അർജുൻ, ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിട്ട വാർത്ത, അതിന്മേൽ എം.വി. ഗോവിന്ദൻ നേരത്തെയും പ്രതികരിച്ചാണ്. ഇപ്പോൾ ഒരു പൊതുപരിപാടിയിലും BJP സംസ്ഥാന അധ്യക്ഷനെതിരെ ആരോപണം ശക്തമായി ഉന്നയിക്കുന്നു CPM സംസ്ഥാന സെക്രട്ടറി. വിശദാംശങ്ങൾ. തീർച്ചയായിട്ടും നേരത്തെ റിപ്പോർട്ടർ പുറത്തുവിട്ട വാർത്തയിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം വേണം, ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള ഒരു SIT അന്വേഷണം വേണം എന്നുള്ളതാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ തന്നെ ആവശ്യപ്പെടുന്നത്. ഏറ്റവും പ്രധാനമായി ഇങ്ങനെയുള്ള ഒരു ആരോപണം അത് കൃത്യമായ രീതിയിൽ ഒരു കോർപ്പറേറ്റ് മുതലാളി നടത്തിയിട്ടുള്ള, പിന്നീട് ഭരണതലത്തിൽ ഉൾപ്പെടെ സ്വാധീനം നേടിയിട്ടുള്ള BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നടത്തിയിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു അഴിമതിയാണ്. അദ്ദേഹത്തിന് ഭരണതലത്തിൽ ഉൾപ്പെടെയുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അഴിമതിയും വലിയൊരു തട്ടിപ്പും നടത്തിയത് എന്നുള്ളതാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ ഇപ്പോൾ ഇരിട്ടിയിൽ NGO യൂണിയന്റെ ഏരിയ സെന്റർ ഓഫീസ് ഉദ്ഘാടനം നടത്തിയിട്ടുള്ള ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുന്നത്. എന്തായാലും ഇന്നലെ നടത്തിയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ വാർത്താ സമ്മേളനത്തിൽ പോലും ഒരക്ഷരം ഈ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഉയർന്നു വന്ന ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറയാൻ തയ്യാറായിട്ടില്ല. അതിന് കാരണം പോലും ഇത്തരത്തിൽ കൃത്യമായ രീതിയിലുള്ള ഉത്തരമില്ലാത്തതാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് വസ്തുതയുള്ളത് കൊണ്ടാണ് എന്നുള്ള ഒരു പ്രതികരണമാണ് M.V. ഗോവിന്ദന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുള്ളത്. എന്തായാലും തുടർ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഈ വിവാദത്തിൽ BJPയെയും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെയും പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളും വിമർശനങ്ങളും ഉയർത്തുമ്പോൾ മറുപടി പറയാൻ കഴിയാത്തത് BJPക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ്, വലിയ രീതിയിലുള്ള ഒരു പരാജയമാണ് എന്ന് തന്നെ സമ്മതിക്കേണ്ടി വരും. ഇന്നലെ സജീഷിലേക്ക് കൂടി പോകുന്നു. സജീഷ്, ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷന് എതിരായ ആരോപണം അത് CPM ഏറ്റെടുക്കുകയാണ്. അത് ശക്തമായി പലയിടത്തായി ഉന്നയിക്കുന്നു എന്ന് വേണ്ടേ കരുതാൻ? സ്മൃതി, തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖരനെതിരായ ഭൂമി കുംഭകോണ ആരോപണം CPM അതിശക്തമായി ഏറ്റെടുക്കുകയാണെന്നാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദന്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇക്കാര്യത്തിൽ SIT അന്വേഷണം നടത്തണമെന്നതാണ്. 500 കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത്. ഇതിൽ BJP നേതാക്കൾ ഒരക്ഷരം മിണ്ടുന്നില്ല. പ്രധാന കോർപ്പറേറ്റ് മുതലാളിയാണ് രാജീവ് ചന്ദ്രശേഖർ. അവസരവാദ രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ് MP ആയതെന്നും അദ്ദേഹം ആരോപിക്കുകയും ചെയ്യുന്നു. അന്ന് രാജീവ് ചന്ദ്രശേഖർ BJP ആയിരുന്നില്ല, ഒരു കോർപ്പറേറ്റ് മുതലാളി മാത്രമായിരുന്നു. പിന്നീട് സ്വാധീനം ഉപയോഗിച്ച് BJPക്കുള്ളിൽ കടന്നുകൂടുകയും പിന്നീട് മന്ത്രിയാവുകയും ചെയ്തു. എന്നാൽ കേരളത്തിൽ സ്ഥിതി നേരെ തിരിച്ചാണ്. കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാന നേതാക്കളും മുതലാളിമാരായിരുന്നില്ല. അതിന് മാറ്റം വരുത്തിയത് BJPയും രാജീവ് ചന്ദ്രശേഖറുമാണ്. ഇയാളുടെ 5 സ്റ്റാർ രീതിയോട് BJPക്കുള്ളിൽ തന്നെ എതിർപ്പുണ്ട്. മാത്രമല്ല, ഭാര്യാപിതാവിനെ വഞ്ചിച്ചയാളാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന ഗുരുതര ആരോപണവും ഇപ്പോൾ M.V. ഗോവിന്ദൻ മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും സമഗ്രമായൊരു അന്വേഷണം CPM ആവശ്യപ്പെടുകയാണ്. ഹൈക്കോടതിയുടെ കീഴിൽ SIT അന്വേഷണം വേണമെന്നും M.V. ഗോവിന്ദൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് രാജീവ് ചന്ദ്രശേഖരനെതിരായ ഭൂമി കുംഭകോണ ആരോപണം അതിശക്തമായി തന്നെ ഏറ്റെടുത്ത് സമരവുമായി മുന്നോട്ട് പോകാനാണ് CPMന്റെ തീരുമാനം. സജീഷ്, ഇപ്പോൾ ഈ വിഷയത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടെങ്കിലും ഒരക്ഷരം മറുപടി പറഞ്ഞില്ല. റിപ്പോർട്ടറിന്റെ ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് മുഖം തിരിഞ്ഞ് പ്രതികരിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. ഇത് കൂടാതെ സംസ്ഥാനത്തെ മറ്റ് BJP നേതാക്കളും വിഷയത്തിൽ പ്രതികരിച്ച് കണ്ടില്ലല്ലോ സജീഷ്. എങ്ങനെയാകും? പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരനെതിരെ ഒരു പടയൊരുക്കം ഇവിടെ നടക്കുന്നുണ്ട് BJPയിൽ. സ്മൃതി, തീർച്ചയായിട്ടും അങ്ങനെ കൂടി നമുക്ക് കണക്കിലാക്കാം. കാരണം സംസ്ഥാന BJP അധ്യക്ഷനെതിരെയാണ് അതിഗുരുതരമായ ഒരു ഭൂമി കുംഭകോണ ആരോപണം ഉയർന്നു വരുന്നത്. അതിനുശേഷം ഏതാണ്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ഒരു ദിവസമോ 1-2 ദിവസം കഴിഞ്ഞിട്ട് പോലും അതിനെതിരെ പ്രതികരിക്കാൻ പ്രധാനപ്പെട്ട BJP നേതാക്കൾ ആരും തന്നെ ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. നമുക്കറിയാം, BJP നേതാക്കൾക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് ഒന്നടങ്കം പ്രതിരോധിക്കുകയാണ് സാധാരണ രീതിയിൽ BJP എന്ന പാർട്ടിയുടെ രീതി. പക്ഷേ ഇപ്പോൾ അതിലൊരു മറുവശമുണ്ട്. രാജീവ് ചന്ദ്രശേഖരനെതിരെ ഈ
ഉയർന്ന ഈ ഗുരുതര ആരോപണത്തെ അതേപോലെ പ്രതിരോധിക്കാൻ പ്രധാനപ്പെട്ട BJP നേതാക്കൾ ആരും തന്നെ തയ്യാറായിട്ടില്ല. കെ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് മൗനത്തിലാണ്. പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ ഇതിന്റെ കൂടി ഭാഗമാണ്. രാജീവ് ചന്ദ്രശേഖർ പാർട്ടിക്കുള്ളിൽ അധികാരം പിടിച്ചെടുത്തത് മറുവിഭാഗത്തെ പൂർണ്ണമായും വെട്ടിനിരത്തിയാണ്. ഭാരവാഹി പട്ടിക പോലും നോക്കിയാൽ നമുക്കറിയാം, മറുവിഭാഗത്തെ പൂർണ്ണമായും വെട്ടിനിരത്തി ഏറെക്കുറെ BJP-യിൽ വലിയ അധികാര ശക്തിയായി ഏതാനും ദിവസങ്ങൾക്ക് ഉള്ളിൽ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ വളർന്നു വന്നത്. അതിനോട് അതിശക്തമായ എതിർപ്പ് കെ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആരോപണം വന്നപ്പോൾ അതിസൂക്ഷ്മതയോടെ ജാഗ്രതയോടു കൂടി തന്നെയാണ് എതിർവിഭാഗത്തിന്റെ നടപടിക്രമങ്ങളും ഉള്ളത്. ഏതായാലും പാർട്ടിക്കുള്ളിൽ ഇതിൽ പ്രതിരോധിക്കാൻ രാജീവ് ചന്ദ്രന്റെ ഭാഗത്ത് ചുരുക്കം നേതാക്കൾ മാത്രമാണുള്ളത്. ഇത് ഒന്നുകൂടി രാജീവ് ചന്ദ്രശേഖരനെ കടുത്ത പ്രതിരോധത്തിലാക്കുന്നുണ്ട്. കാരണം വളരെ പ്രധാനപ്പെട്ട ആരോപണങ്ങളും അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട തെളിവുകളുമാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് റിപ്പോർട്ടർ TV പുറത്തുവിടുന്നത്. ഈ ആരോപണത്തോട് അതേ രീതിയിൽ മറുപടി നൽകാൻ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രാജീവ് ചന്ദ്രശേഖർ തയ്യാറായിട്ടില്ല. അദ്ദേഹം ഒളിച്ചോടുകയും ഒഴിഞ്ഞു മാറുകയാണുമുണ്ട്. മാത്രമല്ല, ചോദ്യങ്ങൾ ചോദിച്ച റിപ്പോർട്ടർ പ്രതിനിധികളോട് അധിക്ഷേപ ആംഗ്യത്തിലൂടെ മറുപടി നൽകാൻ മാത്രമാണ് അദ്ദേഹം ശ്രമിച്ചത്. ഒരു ചോദ്യത്തോടും കൃത്യമായൊരു മറുപടിയും രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ശ്രുതി സജീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.